എല്ലാവർക്കും ക്ഷേത്ര ഫാമിലിയിൽ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു ഇത്ര നേരം നമ്മൾ കണ്ടത്. ഇനി ഒരുപാട് കുട്ടികൾ വരാനുണ്ട്, ഒരുപാട് പെർഫോമൻസ് വരാനുണ്ട്. സമയം വളരെ കുറവാണ്, ഞാൻ ഒരുപാട് സംസാരിക്കുന്നത്. പക്ഷേ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോടൊക്കെ നമുക്കിങ്ങനെ പറയുന്നു, ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്, ചേച്ചിയെ ഫോളോ ചെയ്യാറുണ്ട്, പിന്നെ എൻ്റെ പെർഫോമൻസ് കണ്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും പുറത്തുനിന്നൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളോടൊന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം ഇത് 8ാമത്തെ വർഷമാണ്. 8ാമത്തെ വർഷത്തെ ഇൻഫ്ലുവൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഈ ക്ഷേത്രം ഇത്രയും ഒരു ഉയരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഞാനാണ് നമ്മളൊരു കാര്യം കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ കൂടെയുള്ള നല്ല നല്ല ചങ്കായിട്ടുള്ള കുട്ടിയാണ്. പിന്നെ ആ സ്റ്റുഡൻസിനെ അടുത്ത് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല, അത് ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത്. അപ്പൊ എങ്ങനെ ക്ഷേത്രം വീണ്ടും വീണ്ടും കാര്യങ്ങളിലേക്ക് എത്തിട്ട് ഒരുപാട് നല്ല സ്റ്റുഡൻസ് ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങട്ടെ. All the best, Kshetra. Thank you very much. Thank you so much. Thank you. നമസ്കാരം. ക്ഷേത്രയുടെ ഈ ഒരു ക്ലാസിന്റെ ഓപ്പണിങ്ങിന് രാവിലെ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഡിലേ ആയി പോയി പറഞ്ഞ് ഭയങ്കര പിണക്കായിരുന്നു. സോ ഇതവണ വിളിച്ചപ്പോൾ ശരി ഓക്കെ ഉറപ്പായിട്ട് എത്തുന്ന പറഞ്ഞ് ഇവിടെ എത്തി. ആൻഡ് വിഷിംഗ് ഓൾ യുവർ ടീം വെരി ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഇനിയും അടുത്ത 8 വർഷം 8ാമത്തെ വർഷം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവുന്നു വിശ്വസിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്. വേണ്ടേ വേണ്ടേ JT പാർട്ടിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോ നിമിഷവും വളരെ വാല്യുബിൾ ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഇത് അധികം നീട്ടുന്നില്ല. ഡാൻസിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് കുഞ്ചുവിന്റെ ലൈഫിൽ വന്നതെങ്കിലും ആ ഷോയിൽ ഒരുപാട് തവണ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് വിത്ത് ദി അമൗണ്ട് ഓഫ് ടാലൻസ് ദാറ്റ് ഷീ ഹാസ്. അതിനുശേഷം ഒരു ഡാൻസ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡാൻസ് സ്റ്റുഡിയോ ഓണർ ഫൗണ്ടർ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് ഞെട്ടിച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം മുതൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ, ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റ് ആണ്. സൈഗോ ഫിറ്റ് ആയിട്ടുള്ള കൊളാബറേഷനുകൾ അങ്ങനെ ഉയർച്ചയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ക്ഷേത്രയുടെ ടീമും. അപ്പോൾ അടുത്ത വർഷം എന്തുകൊണ്ടാണ് കുഞ്ചു നമ്മളെ ഞെട്ടിക്കാൻ പോണെന്ന് ഇപ്പോഴും എനിക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. ആൻഡ് ദ ഹോൾ ടീം, ഷാദ് ആയിക്കോട്ടെ, ശേഖർ ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, അഭിഷേക് ആയിക്കോട്ടെ, ഇവരാണ് ശരിക്കും ക്ഷേത്രയുടെ ഐക്കണിൽ കാണുന്ന പില്ലേഴ്സ്. അത്രയും സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യാൻ കുഞ്ചു ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് പറയുന്ന സുഹൃത്തുക്കളാണ് കുഞ്ചുവിന്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസും പേരൻസും. അപ്പം എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്. ടീം അവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് ക്ഷേത്രത്തിൽ എത്തിയെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ബാക്കി എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. വളരെ പ്രൗഡ് മൂമെന്റ് ആയിട്ടാണ്, പ്രൗഡ് ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രഞ്ജനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഓൾ ദി വെരി ബെസ്റ്റ് രഞ്ജനി. പ്രൊഫസത്തെ പെർഫോമൻസിലൊക്കെ നമ്മളെല്ലാവരും എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒത്തിരിയേറെ പെർഫോമൻസ് വരുന്നുണ്ട്. ആൻഡ് വി ഹാവ് സമയപരിധി. നമുക്ക് ഈ JT പാക്ക് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത്രയും മിനിറ്റിൽ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാവരുടെയും പേരിൽ, എല്ലാ സുഹൃത്തുക്കളുടെയും പേരിൽ ഈ ഒരു ടാലന്റ് ലോകമെമ്പാടും രഞ്ജനിയുടെ ഫിറ്റ്നസിലൂടെയാണെങ്കിലും ഡാൻസിലൂടെയാണെങ്കിലും ഒരു മോട്ടിവേഷനിലൂടെയാണെങ്കിലും ബാക്കി എല്ലാവർക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു രംഗമഞ്ച് 2025. ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. അമ്മയാണെങ്കിലും സണിച്ചനാണെങ്കിലും ഞാൻ എന്താണ് ചെയ്യുന്നത് അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നൊരു കാര്യത്തിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡൻസ്, പാരൻസ് എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനും പാരൻസിനും കിഡ്സിനെ വരുന്ന പാരൻസിനും ഒരുപാട് നന്ദി. പിന്നെ സർഗോ ചേട്ടാ, ശില്പ, എനിക്ക് ഡാൻസിങ് സ്റ്റാർസ് കഴിഞ്ഞ ശേഷം കിട്ടിയ ഏറ്റവും രണ്ട് നല്ല കാര്യങ്ങളാണ് സർഗോ ചേട്ടൻ.
ശില്പയും. അപ്പോൾ വന്നതിന് ഒരുപാട് നന്ദി. മാസ്റ്റർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ വർഷം വിളിച്ചപ്പം ഓടി വന്നു. മാസ്റ്റർ പറഞ്ഞത് ഒരു ബ്രദറിനെ മതി, ഞാൻ വരും, പങ്കെടുക്കും, പോകുന്നതാണ്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ക്രൂസിന് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. മെൽബിനാണ് നമ്മുടെ മൊത്തം So nice to see. I'm sure നിങ്ങളുടെ ഒരു 90% of you or 99% of you will be here as a part of Kshetra. അപ്പോൾ ക്ഷേത്രയുടെ സ്റ്റുഡൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആണെന്ന് എനിക്കറിയാം. I really saw a lot of students all dressed up, and I know it's your day. You're taking a lot of your time. But let me take 1 minute to talk about Zygote. Firstly, it feels very surreal for me to see Safa here on stage, Sunny here on stage, and their brand here up. All of you seeing that. It's very surreal ആയിട്ട് തോന്നുന്നു. കാരണം maybe I don't know എത്ര വർഷം മുമ്പാ സണ്ണി നമുക്ക് പരിചയം? ഒരു 10 to 12 years ago എന്റെ സിനിമ പുണ്യാള അഗർബത്തീസ് അന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫേസ്ബുക്കിൽ ചേച്ചി ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഫോട്ടോ അയച്ചാൽ എന്തിനാ അടിപൊളിയായിട്ടുണ്ടല്ലോ. അന്ന് കവർ പിക്ചർ ഒക്കെ ആയിട്ട് ഞാൻ ആ ഫോട്ടോ ഇട്ട് അന്ന് തുടങ്ങിയ ഒരു സ്നേഹബന്ധമാണ് എനിക്ക് സനിയുമായിട്ട്. അതിനുശേഷം ഈ കെയിം ടു ദുബായ്. ഞാൻ എപ്പോഴും പറയും പുണ്യാളൻ അഗർബത്തീസിലെ ജയസൂര്യയുടെ സ്വഭാവമാണ്. ഒരു 10,000 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ചേച്ചി ഇത് സൂപ്പർ ആവും, എന്റെ ഈ ബിസിനസ് അടിപൊളിയാവും എന്നൊക്കെ പറയും. പിന്നെ അതിന് ഒരു മാസം കഴിഞ്ഞ ഒരു ആ ബിസിനസ് ശരിയല്ലേ ചേച്ചി, ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ ഇത് ഞാൻ ഒരുപാട് പ്രൗഡ് ആയിട്ടുള്ള കാര്യമാണ്. സനി ആക്ച്വലി കേം അപ്പ് വിത്ത് ദിസ് കോൺസെപ്റ്റ്. കാരണം ഐ തിങ്ക് വെൻ കോവിഡ് കെയിം മോസ്റ്റ് ഓഫ് us realized that നമുക്ക് കുറച്ച് ഫിറ്റ്നസിനൊക്കെ ആവശ്യമുണ്ട്, നമ്മൾ ബ്രീത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ട്രെയിനർ നമ്മുടെ ഫോണിലൂടെ ഇത് ഒന്ന് കുറച്ചും കൂടെ സ്ട്രെച്ച് ചെയ്യും, ഈ ഫുഡ് കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് മേക്സ് us feel like getting a personal trainer, and it's pretty much easy. Something which anybody can do, but not everybody can materialize. I think this is what Sunny very carefully did. He's a very intelligent boy, like I told you. കുറേ കാര്യങ്ങളിൽ എക്സ്പെരിമെന്റ് ചെയ്ത് അവിടുന്നൊക്കെ വീണ് എഴുന്നേറ്റ് വന്ന് ഇന്ന് നിൽക്കുകയാണ് with Zygote. So I am sure this is going to be a big change in his life, and I can see a very strong staff support, like all very energetic young girls and boys who are working for Zygote. Also the trainers, I know that Renjini is also one of their trainer, and whatever be it, നമ്മൾ എപ്പോഴും വിചാരിക്കും ഡാൻസ് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ നമ്മുടെ ഫിസിക്കൽ ഒരു അപ്പിയറൻസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതല്ലോ. ഇറ്റ് ഇസ് ഓൾവേസ് ഫോർ അവർ മെന്റൽ വെൽബീയിങ്. അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ കരുതിയിട്ടുണ്ട്. whenever I get time I go to the gym because I feel very happy being there. എനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് ആണ്. when I come out of the gym I feel like I have achieved something in life. So അങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും whatever form of exercise that is. ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, അതല്ല പ്രോപ്പർ വർക്ക്ഔട്ടോ യോഗയോ എന്താണെങ്കിലും അത് തന്നെ ആയിക്കോട്ടെ. So I really wish all of you to stay healthy, and in case you don't have a personal trainer or anything, then maybe you can download this app and try with Zygote, right? അപ്പോൾ അങ്ങനെ എന്തായാലും all the best to Sania, Safa and the entire team of Zygote, and also to all from the little one to all the എന്താ പറയുക പ്രായമൊന്നും പറയുന്നില്ല, but whatever age you are, you're all prepped up to perform here on stage for the Kshetra anniversary. നിങ്ങൾക്ക് എല്ലാവർക്കും all the very best, and may you go conquer whatever heights and dreams that you have in life, okay? All the best. Thank you.